വ്യത്യസ്തമായ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വ്യത്യസ്തമായ ജീവിത രീതികളിലുള്ളവർ, അവരെല്ലാവരും കൈകോർത്തുകൊണ്ട് ഒറ്റ കൈകോർത്തുകൊണ്ട് ആ കൈകോർത്ത് മനസ്സും ശരീരവും ഒരുമയോടുകൂടി ഒരേ താളത്തിൽ ഒരേ മേളത്തിൽ അവർ തൃശ്ശൂരിന് നല്ലൊരു സാംസ്കാരിക സായാഹ്നം സമ്മാനിക്കുകയാണ്. ഏറ്റവും ഭംഗിയായി ഏറ്റവും സുന്ദരമായി ഒരുക്കിയിരിക്കുന്ന ഒരു പുലിക്കളി. അതിൻ്റെ ആദ്യ സംഘം അല്പം മുമ്പ് സുജയ പറഞ്ഞതുപോലെ നടിവിലാൽ വഴി സ്വരാജ് റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞു. അല്പസമയത്തേക്ക് വെളിയ നിർദ്ദേശവും സ്വരാജ് റൗണ്ടിലേക്ക് കടക്കും. പിന്നെ തൃശ്ശൂരിലേക്ക് 9 സംഘങ്ങളുടെ ഒരു ഒഴുക്കാണ്. അല്പം കൂടി കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായി ലോകത്തെ ഏറ്റവും സുന്ദരമായ കാഴ്ച സമ്മാനിക്കുന്ന തൃശ്ശൂർ പൂരം, ലോകത്തെ ഏറ്റവും സുന്ദരമായ കാഴ്ച സമ്മാനിക്കുന്ന പുലികളി. അങ്ങനെ തൃശ്ശൂരിൻ്റെ സംഭാവനകൾ എടുത്തു പറയാൻ നിരവധിയുണ്ട്. അതുപോലെ തന്നെയാണ് നാം ഈ കാണുന്ന ഈ സായാഹ്നത്തിൽ സുന്ദരമായ കാഴ്ച. എത്ര ഭംഗിയായാണ് ഇവർ ചൂടുവെക്കുന്നത്. ഒരേ താളത്തിൽ ഒരേ മനസ്സോടെ അവർ എത്ര നേരമായി ചൂടുവെക്കുന്നു. തൃശ്ശൂരിൻ്റെ രാജവീതികൾ അതിൻ്റെ എല്ലാ പാരമ്പര്യത്തിൻ്റെയും തനിമയെയും ഒരേപോലെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച. ഇതിൽ പെൺപുലികളുണ്ട്, അതുപോലെ തന്നെ കുട്ടിപ്പുലികളുണ്ട്, അതുപോലെ തന്നെ കരിമ്പുലികളുണ്ട്, അതുപോലെ തന്നെ ഫ്ലൂറസെന്റ് പുലികളുണ്ട്. അല്പം കഴിഞ്ഞാൽ AI പുലിയും വരും.